നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഗൾഫിൽ കനത്ത മഴ. യുഎഇയിൽ ആലിപ്പഴ വർഷത്തിൽ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാളെയും ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തി. ഒമാനിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 കുട്ടികളിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. 24 മണിക്കൂറിലധികമായി യുഎഇയിൽ മഴ തുടരുകയാണ്. ഇടിയോടുകൂടിയ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറി. അലൈൻ, അബുദാബി, ഷാർജ, അജ്മാൻ, ഉമൽഖോയിൻ എന്നിവിടങ്ങളിലായിരുന്നു വെള്ളക്കെട്ട് രൂക്ഷം. വാദികളിലെ ഒഴുക്ക് വർദ്ധിച്ചു. അലൈനിൽ ആലിപ്പഴ വർഷത്തിൽ ഒട്ടേറെ വാഹനങ്ങളുടെ ചില്ലുകളും ഡിസ്പ്ലേ ബോർഡുകളും തകർന്നു. മഴയെ തുടർന്ന് ഷാർജയിൽ പാർക്കുകളും ദുബായ് ഗ്ലോബൽ വില്ലേജും അടച്ചു. അബുദാബി, ഷാർജ, അജ്മാൻ ഉൾപ്പെടെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം നിലച്ചു. മഴ ശക്തമായി അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ഏതാനും വിദ്യാലയങ്ങളിൽ നാളെയും ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തി. അതേസമയം ഒമാനിൽ കനത്ത മഴയെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 കുട്ടികളിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരു കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. റുസ്താഖിലെ വാദി ബനി ഗാഫറിലാണ് കുട്ടികളെ കാണാതായത്. മഴ കാണാനെത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 24 ദുബായ്. ഖത്തറിൽ ഇന്ത്യൻ നയതന്ത്ര വിജയം. ഖത്തറിൽ വധശിക്ഷ കാത്തുകഴിഞ്ഞിരുന്ന ഇന്ത്യൻ മുൻ സൈനികർക്കൊടുവിൽ മോചനം. 8 ഇന്ത്യൻ മുൻ നാവികസേനാംഗങ്ങളിൽ 7 പേർ തിരിച്ചെത്തി. ചാരവൃത്തി കേസിലാണ് ഇവർക്ക് ഖത്തറിലെ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം മോചനത്തിന് സഹായകമായി. 2022 ഒക്ടോബറിലാണ് ഇന്ത്യൻ നാവികർ ഖത്തറിൽ തടവിലായത്. അടുത്ത മണിക്കൂറിൽ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയതന്ത്ര നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കാനായി എസ് ജയശങ്കറിന്റെ ഇടപെടലുകൾക്ക് സാധിച്ചു. പക്ഷേ നാവികർക്ക് അനുകൂലമായിരുന്നില്ല കോടതി വിധി. ആരോപിക്കപ്പെട്ട കുറ്റം രാജ്യദ്രോഹമായതുകൊണ്ട് തന്നെ വധശിക്ഷയായിരുന്നു 8 പേർക്കും വിധിക്കപ്പെട്ടത്. മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാനായി പിന്നെ നടന്നത് നയതന്ത്ര നീക്കങ്ങൾക്കൊപ്പം സമാന്തരമായ നീക്കങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ദുബായിൽ വെച്ച് നടത്തിയ ചർച്ച നിർണായകമായി. ഡിസംബറിൽ കേസ് പരിഗണിച്ച ഖത്തർ കോടതി നാവികരുടെ വധശിക്ഷ റദ്ദാക്കി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ 5-ലധികം തവണയാണ് സമീപ മാസങ്ങളിൽ ദോഹയിലേക്ക് പറഞ്ഞത്. ഇതിനെല്ലാം ഒടുവിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നാവികരുടെ മോചനവും സാധ്യമായി. 8 നാവികരിൽ 7 പേർ ഇതിനകം ഇന്ത്യയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ऑनरेबल प्राइम मिनिस्टर श्री मोदी को धन्यवाद करना चाहेंगे कि उनके पर्सनल इंटरवेंशन से ये पॉसिबल हुआ और गवर्नमेंट ऑफ कतार के हिज एक्सीलेंसी द अमीर को कि उन्होंने ये होने दिया. നാവികരുടെ മോചനം സാധ്യമാക്കിയ ഖത്തർ അമീറിനെ ഇന്ത്യ അഭിനന്ദിച്ചു. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗൾഫ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. അബുദാബിയിലെ അഹ്ലൻ മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. അബുദാബി ഹിന്ദു ക്ഷേത്രം നരേന്ദ്രമോദിയെ ഭക്തർക്കായി സമർപ്പിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഖത്തറിലേക്ക് തിരിക്കും. തന്റെ 7ാമത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇയിലെത്തുന്നത്. പ്രധാനമായും 3 പരിപാടികളിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അഹ്ലൻ മോദി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. 65,000-ലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ത്യ യുഎഇ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വെളിവാക്കുന്ന സാംസ്കാരിക പരിപാടിയും യുഎഇയിലെ വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ബുധനാഴ്ച ദുബായ് മദീന ജുമേറയിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ലോക സർക്കാർ ഉച്ചകോടിയിലെ 3 അതിഥി രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. തുടർന്ന് അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിർ ഭക്തർക്കായി പ്രധാനമന്ത്രി സമർപ്പിക്കും. ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ രാവിലെയും സമർപ്പണ ചടങ്ങ് വൈകിട്ടുമായാണ് നടക്കുക. യുഎഇ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കം യുഎയിലെ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലേക്ക് തിരിക്കും. അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കാത്തിരിക്കുകയാണ് പ്രവാസ സമൂഹം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനായി. അബുദാബിയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. വിദേശത്ത് നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കേണ്ടെന്ന് NTA തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഖത്തറിലെ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു. ഖത്തറിലെ ഇന്ത്യൻ എംബസി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടണമെന്ന് കൾച്ചറൽ ഫോറം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷങ്ങളിൽ 6 ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ 12 വിദേശ രാജ്യങ്ങളിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിരുന്നു. വിവിധ പ്രവാസി സംഘടനകൾ, വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നടത്തിയ തുടർച്ചയായ ഇടപെടലിനെ തുടർന്നാണ് ഗൾഫിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചത്. അതേസമയം NTA കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പരീക്ഷാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്തുള്ള സെന്ററുകളെ ഒഴിവാക്കിയത് ഗൾഫിലെ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. യാതൊരു മുന്നറിയിപ്പുമില്ല
ചെയ്യാതെയാണ് വിദേശ രാജ്യങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഈ വർഷം നിർത്തലാക്കിയതെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കൾച്ചറൽ ഫോറം സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. നമുക്കറിയാം പ്ലസ് ടു എക്സാമിൻ്റെ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം വന്നതിലൂടെ അവർക്ക് മാനസികമായിട്ട് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിൽ നാട്ടിലേക്ക് പോകാൻ നേരത്തെ ലീവ് ഷെഡ്യൂൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യാത്ത ഒരു സമയം കൂടിയാണിത്. മാത്രമല്ല മെയ് മാസത്തിൽ നാട്ടിലെ വെക്കേഷൻ സമയത്ത് നമുക്കറിയാം ഫ്ലൈറ്റ് ഷെഡ്യൂളും ഫ്ലൈറ്റ് ചാർജും ഒക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഈ ഒരു തീരുമാനത്തിലൂടെ രക്ഷിതാക്കൾക്ക് പെട്ടെന്ന് ലീവ് ഷെഡ്യൂൾ ചെയ്ത് നാട്ടിലേക്ക് പോകാൻ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും വിദേശ രാജ്യങ്ങളിൽ നിന്നും നീറ്റ് പരീക്ഷ എഴുതുന്നത്. വിദേശത്തെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം വിദ്യാർത്ഥികളുടെ തയ്യാറെടുപ്പിനെ ബാധിക്കുന്നതോടൊപ്പം രക്ഷിതാക്കളുടെ ജോലിസ്ഥലത്തു നിന്നുള്ള അവധി, ഉയർന്ന ടിക്കറ്റ് നിരക്ക് തുടങ്ങിയ കാരണങ്ങളും വലിയ പ്രയാസങ്ങളുണ്ടാക്കും. കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും, ഓരോ വർഷവും പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിർത്തലാക്കാൻ പോകുന്നത്. ഇത് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവാസികളോടുള്ള അവഗണനയുടെ ഒരു തുടർച്ചയായി വേണം ഇതിനെ കരുതാൻ. 2 വർഷം മുമ്പ് മാത്രം അനുവദിക്കപ്പെട്ട ഗൾഫിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം, കേരള മുഖ്യമന്ത്രി, ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ തുടങ്ങിയവർക്ക് നിവേദനങ്ങൾ നൽകുമെന്നും കൾച്ചറൽ ഫോറം ഭാരവാഹികൾ അറിയിച്ചു. അൻവർ പാലേരി, 24, ദോഹ. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഖത്തറിലെ ഇന്ത്യൻ എംബസി നാളെ അവധിയായിരിക്കും. സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയിച്ചത്. എംബസി ബുധനാഴ്ച തുറന്ന് പ്രവർത്തിക്കും. GCC ഇന്ത്യ ട്രേഡ് അംബാസിഡറായ മലയാളിയായ ഷിയാസ് ഹസൻ നിയമിതനായി. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുമെന്ന് ഷിയാസ് ഹസൻ പറഞ്ഞു. GCC ഇന്ത്യ ട്രേഡ് അംബാസിഡർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ് ഷിയാസ് ഹസൻ. 5 വർഷത്തേക്കാണ് GCC ഇന്ത്യ ട്രേഡ് അംബാസിഡറായി ഷിയാസ് ഹസന്റെ നിയമനം. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കോവിഡ് കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. 2021 കോവിഡ് സമയത്ത് $87.4 ബില്യൺ GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം. ഇത് 2023 $184 ബില്യൺ വർദ്ധിച്ചു. വ്യാപാരം കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഷിയാസ് ഹസൻ 24 പറഞ്ഞു. ഈ പദവി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കൂടുതലും 2 രാജ്യങ്ങളും 2 റീജിയണും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. GCCയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് GCCയിലേക്കും ഉള്ള ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ തൊഴിലവസരങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതാണ്. ദുബായ് ആസ്ഥാനമായുള്ള റിച്ച് മൗണ്ട് ഗ്രൂപ്പിന്റെയും മിഡിൽ ഈസ്റ്റ് ഓയിൽ ലിമിറ്റഡിന്റെയും ചെയർമാൻ കൂടിയാണ് ഷിയാസ് ഹസൻ. ട്രേഡ് അംബാസിഡറായി ഔദ്യോഗികമായി ചുമതലയേറ്റ ചടങ്ങിൽ GCC കൗൺസിൽ, ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ, വിദേശകാര്യ മന്ത്രാലയം എന്നിവയിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും GCC രാജ്യങ്ങളിൽ നിന്നും വിവിധ ബിസിനസ് മേഖലയിലുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. 24, ഡൽഹി. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഖത്തറിൽ നാളെ പൊതു അവധി. രാജ്യത്തെ 250 സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കും. കായിക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ കായിക വിനോദ പരിപാടികൾ നടക്കും. ഖത്തറിലെ മലപ്പുറം ജില്ലാ പ്രവാസികളുടെ സൗഹൃദ കൂട്ടായ്മയായ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് AP മണികണ്ഠൻ, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് EP അബ്ദുറഹിമാൻ എന്നിവർ ചേർന്നാണ് ലോഗോ പ്രകാശനം ചെയ്തത്. പ്രസിഡന്റ് നിഹാദ് അലി അധ്യക്ഷനായി. ICBF ജനറൽ സെക്രട്ടറി KV ബോബൻ, ഉപദേശക സമിതി ചെയർമാൻ അഷ്റഫ് ചിറക്കൽ, വൈസ് ചെയർമാൻ ഹൈദർ ചുങ്കത്തറ എന്നിവർ സംസാരിച്ചു. വൈസ് മെൻ ഇന്റർനാഷണൽ ദമാം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അൽക്കോബാർ ഗോൾഡൻ ബെൽറ്റ് ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് ലെനി തോമസ് വൈദ്യന്റെ അധ്യക്ഷതയിൽ വൈസ് മെൻ ഡിസ്ട്രിക്ട് ഗവർണർ ദീപക് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഹബീബ് അമ്പാടൻ, തോമസ് വർഗീസ്, ജസ്റ്റി അനീഷ്, സുബൈറുദ്ദീനോർ എന്നിവർ ആശംസകൾ നേർന്നു. ക്ലബ്ബ് സെക്രട്ടറി ഷിബു ജോസഫ് മാത്യു, സ്റ്റീഫൻ സ്കറിയ, മെർലിൻ ലെനി, അനീഷ്, ടോമിൻ, സരൺ, ബിജി, മാത്യു, മണികണ്ഠൻ, ജോജി എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ബെന്നി ദയാലും ജോനിത ഗാന്ധിയും ഒരുമിക്കുന്ന സംഗീത ബാൻഡ് ഈ മാസം 29-ന് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഖത്തറിലെ സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ ഇൻടു ദി ബ്ലൂ സീസൺ 2ന്റെ ഭാഗമായാണ് ബെന്നി ദയാലും ജോനിത ഗാന്ധിയും ഒരുമിക്കുന്ന സ്റ്റേജ് ഷോ. ദോഹ സത്തർ റെസ്റ്റോറന്റിൽ നടന്ന ടിക്കറ്റ് ലോഞ്ചിങ്ങിൽ സിറ്റി എക്സ്ചേഞ്ച് ഓപ്പറേഷൻ മാനേജർ ഷാനിദ് ഷംസുദ്ദീൻ, മുൻ ICBF പ്രസിഡന്റ്
PN ബാബുരാജൻ, റേഡിയോ മലയാളം ഡെപ്യൂട്ടി മാനേജർ നൌഫൽ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യൂ ടിക്കറ്റ്സിലൂടെ ടിക്കറ്റുകൾ ലഭിക്കും. സിറ്റി എക്സ്ചേഞ്ചിന്റെ ഓൺലൈൻ ആപ്പിലൂടെ പണം അയക്കുന്നവർക്ക് ഡിസ്കൗണ്ടിലൂടെ ടിക്കറ്റുകൾ സ്വന്തമാക്കാനും അവസരമുണ്ടാകും. നടുക്കം മാറാതെ നാട്. തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 2. ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ദിവാകരനാണ് മരിച്ചത്. അപകടവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. പടക്ക സംഭരണശാലയിലെ കരാർ തൊഴിലാളിയായിരുന്ന ദിവാകരനാണ് രാത്രി 7 മണിയോടെ മരിച്ചത്. ഗുരുതരമായി പൊള്ളലേൽക്കുകയും കെട്ടിടാവശിഷ്ടങ്ങൾ ദേഹത്തേക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്ത ദിവാകരൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്കും വിധേയനാക്കിയിരുന്നു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 2. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അപകടത്തിൽ 4 പേരെ നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ സതീശൻ, ശശികുമാർ, കരാർ ജോലിക്കാരായ വിനീത്, വിനോദ് എന്നിവരാണ് അറസ്റ്റിലായത്. സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ കളക്ടറോടും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറോടും റിപ്പോർട്ട് തേടി. 25ഓളം വീടുകളാണ് സ്ഫോടനത്തിൽ തകർന്നത്. കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. വിദഗ്ധ സംഘം നാളെ സ്ഥലത്ത് പരിശോധന നടത്തും. 24 കൊച്ചി. തൃപ്പൂണിത്തുറയിൽ അനധികൃത വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 50-ലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങൾക്കാണ് കേടുപാടുണ്ടായത്. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിച്ചു. 15 ലക്ഷം രൂപ ലോണെടുത്ത് പണിത വീടാ മോനെ, പകുതി പോലും ആയിട്ടില്ല. ഞങ്ങൾ അടച്ചിട്ടില്ല. ഈ കൂലിപ്പണിക്കാർ കൊച്ചെന്ന് എവിടെ നിന്നുണ്ടാക്കാനാ? വണ്ടി ഓടിക്കണത് അത്. ഒരൊറ്റ പൊട്ടിത്തെറിയിൽ കണ്ണീരിലായത് 100 കണക്കിന് മനുഷ്യർ. ജീവൻ തിരിച്ചു കിട്ടി, എന്നാൽ ജീവിതം നഷ്ടമായ അവസ്ഥ. പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. അകത്തിരിക്കുമായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ടു. ഞങ്ങൾ വൈഫുണ്ടായിരുന്നു. വൈഫ് ഈ ഒരറ്റത്തായിരുന്നു, ഞാനിവിടെ. ഈ സമയത്ത് എന്താണ് ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണെന്ന് അറിയാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ നടന്നു വരാൻ മേല, മുഴുവൻ ഗ്ലാസ്സാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ കണ്ടുപിട്ടാൻ തന്നെ കുറച്ച് സമയം എടുത്തു. വീടുകൾക്ക് വിള്ളൽ, ജനൽ ചില്ലുകൾ തകർന്നു, മേൽക്കൂര പറന്നുപോയി. കെട്ടിടങ്ങൾ പലതും ഉടൻ നിലംപതിക്കാറായ നിലയിലും. നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. ഇവിടെ വീടുകൾക്ക് ഡാമേജ് ആയിട്ടുണ്ട്, ചുറ്റുമുള്ള വീടുകൾക്ക്. സോ വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനൻ്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കണം. നടപടി ഉടനെ തന്നെ സ്വീകരിക്കും. നഷ്ടം കണക്കാക്കാൻ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന ആരംഭിച്ചു. കേടുപാടുകൾ സംഭവിച്ച വീട്ടുടമകൾ ക്യാമ്പിലുള്ള റവന്യൂ വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. പെട്ടെന്നുണ്ടായൊരു പൊട്ടിത്തെറി ഇക്കാണുന്ന ആളുകളുടെ ഒരു കാലത്തെ അധ്വാനം മുഴുവൻ കവർന്നെടുത്തു. ഇനി എന്ന് ആ നഷ്ടപരിഹാര തുക തിരികെ ലഭിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടൽ അനിവാര്യമായ വിഷയം. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ഇന്നും പരിധിക്ക് പുറത്ത്. വയനാട് കാട്ടിക്കുളത്ത് ബേലൂർ മക്നയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്നും നടപ്പായില്ല. മണ്ണുണ്ടി കോളനിയുടെ 5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ തുടരുകയാണ് ആന. അടിക്കാട് നിറഞ്ഞ പ്രദേശമായതിനാലാണ് ദൗത്യം സങ്കീർണമാകുന്നത്. നാളെ പുലർച്ചെ ആനയെ പിടികൂടാനുള്ള ശ്രമം പുനരാരംഭിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ന് പുലർച്ചെ 3:30 റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു. ആന മണ്ണുണ്ടി കോളനിയുടെ 2 കിലോമീറ്റർ മാത്രം അകലത്തിൽ. മൂടൽമഞ്ഞൊഴിഞ്ഞതോടെ ദൗത്യസംഘം വനത്തിലേക്ക്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. ഒപ്പം 4 കുങ്കിയാനകളും. 2 തവണ ആനയെ ദൗത്യസംഘം നേരിൽ കണ്ടു. കുങ്കിയാനകളുമായി ചെല്ലുമ്പോൾ ആന ദിശ മാറി സഞ്ചരിക്കുന്ന സ്ഥിതി. വൈകിട്ട് 4:15 അടുത്തു കിട്ടിയപ്പോൾ മയക്കുവെടി വെച്ചു. പക്ഷേ അടിക്കാട് ചതിച്ചു. മാനന്തവാടി മൈസൂർ റോഡ് വഴി എത്തിച്ച് മയക്കുവെടി വയ്ക്കാനും ശ്രമമുണ്ടായി. അതും വിജയം കണ്ടില്ല. ഇരുൾ വീണപ്പോൾ ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. കാടിന്റെ ഭൂമിശാസ്ത്രം വെല്ലുവിളിയെന്ന് നോർത്തൺ CCF KS ദീപ. ടെറൈൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. ഇതിൽ ഈ ലെൻഡാന ഈ അണ്ടർഗ്രോത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ആന
പമ്മി നിൽക്കുന്ന ഒരു നേച്ചറാണ്. അപ്പോൾ ഇത് നമുക്ക് അറിയാൻ സാധിച്ചത് ബേലൂർ ഭാഗത്തും ഈ കോഫി പ്ലാന്റേഷൻസിലും മറ്റും നിന്നൊരു ടെറൈനിലുള്ള ആനിമൽ തന്നെയാണ്. അപ്പോൾ അതേ രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളിലും ഈ അണ്ടർഗ്രോത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മൂവ്മെൻറ്റ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കുംകീസും ഉണ്ട്, പിന്നെ മച്ചാൻ വെച്ചിട്ടും നമ്മൾ ഇന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചത് 6 തവണ. ഒടുവിൽ 4:48 സിഗ്നൽ കിട്ടുമ്പോൾ ആന മണ്ണുണ്ടി കോളനിയുടെ 3 കിലോമീറ്റർ മാത്രം അകലെ. രാത്രി 65ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തും. ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ജാഗ്രത പുലർത്തും. ദൗത്യം നാളെ രാവിലെ 5:30 പുനരാരംഭിക്കും. ടീം 24 വയനാട്. വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ പ്രത്യേക സാഹചര്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാരം സർക്കാർ നൽകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. വയനാട്ടിലെ ജനപ്രതിനിധികളുമായി വ്യാഴാഴ്ച മുഖ്യമന്ത്രി ചർച്ച നടത്തും. അന്തർ സംസ്ഥാന വന്യജീവി പ്രശ്നങ്ങളെ ഏകോപിപ്പിക്കാൻ കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ സമിതി രൂപീകരിക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിനായി നിലവിലുള്ള അന്തർ സംസ്ഥാന ഔദ്യോഗിക തലയോഗം ഉടൻ ചേരും. വന്യജീവികളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും പരിശോധിക്കും. വയനാട്ടിൽ റവന്യൂ, പോലീസ്, ഫോറസ്റ്റ് എന്നിവരെ സംയോജിപ്പിച്ച് കമാൻഡ് കൺട്രോൾ സെന്റർ നടപ്പാക്കും. 2 പുതിയ RRTകൾ ഉടൻ പ്രവർത്തനമാരംഭിക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിച്ചു. എന്റെ ഡാഡിക്ക് സംഭവിച്ചവർക്ക് ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല. വയനാട്ടിൽ ഞാൻ കരഞ്ഞ എത്ര വേറൊരു കൊച്ചു ഇനി കരയാൻ പാടില്ല. റേഡിയോ കോളർ സിഗ്നൽ ഡീകോഡ് ചെയ്യുന്നതിൽ സംസ്ഥാനത്തിന് സംഭവിച്ച വീഴ്ചയാണ് അജീഷിന്റെ മരണത്തിന് കാരണമായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും ഇത്രയും ഒരു വിഷയം വരുമ്പോൾ, ഈ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഉണ്ടോ? ഒന്നുമില്ല. അതേസമയം സർക്കാരിൻ്റേത് മനുഷ്യത്വരഹിതമായ നിലപാടാണെന്ന വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈസ്തവ സഭകൾ. നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം വയനാട്ടിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വയനാട്. വയനാട് തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല, കുറുവ, കാടംകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. വയനാട് മാനന്തവാടിൽ കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസി കൊല്ലപ്പെട്ടതിൽ 1-ാം പ്രതി സർക്കാരെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് കുറ്റക്കാരെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വനം വകുപ്പിന്റെ ഉത്തരവാദിത്തം വന്യജീവികളെ സംരക്ഷിക്കലാണെന്നും മനുഷ്യരുടെ സുരക്ഷയിൽ വീഴ്ച വരുത്താറില്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലെ കാട്ടാനയാക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ടി സിദ്ദീഖാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. നിലവിലെ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സിഗ്നൽ വിവരങ്ങൾ കൈമാറുന്നതിൽ കർണാടക വീഴ്ച വരുത്തിയതിന് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തരുതെന്നും മന്ത്രി. സർ, ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ്? 10 ലക്ഷം രൂപ കൂടുതൽ സംഖ്യ വേണമെന്നുള്ള ആവശ്യമൊക്കെ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപ കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ജോലി സാധ്യത പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും സഹായം നൽകാൻ കഴിയാൻ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ, സാധ്യതയുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനയെ ട്രേസ് ചെയ്യാനുള്ള പാസ്വേഡ് അടക്കം കിട്ടിയിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആളുകളുടെ സ്വത്തും ജീവനും സർക്കാർ വന്യജീവികളുടെ ദയാവായ്പിനായി വിട്ടുകൊടുത്തിരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. മരണഭയത്തിന് ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോഴുള്ള സ്വാഭാവികമായ പ്രതികരണമാണ്. ഇനി അവർ മാവോയിസ്റ്റുകളാണ്, അവർ തീവ്രവാദികളാണ്, അവർ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറാൻ പോകണ്ട. അവരെ വെറുതെ വിട്. പാവങ്ങളാണ്, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകളാണ്. സർ, ഞാൻ അവസാനിപ്പിക്കുക. ഇന്നലെ ദീപിക ഒരു മുഖപ്രസംഗം എഴുതി. അതിൻ്റെ ഹെഡിങ് എന്തായിരുന്നു അറിയാമോ? ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് പ്രതിയെന്ന. സാർ, അത് തന്നെയാണ്. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. വന്യജീവികൾക്ക് മന്ത്രി സംരക്ഷണം കൊടുക്കേണ്ടത് കാട്ടിലാണ്, നാട്ടിലല്ലെന്ന് ടി സിദ്ദീഖ്.
10 വർഷത്തിനിടയിൽ വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിൽ 56 പേർക്ക് ജീവൻ നഷ്ടമായെന്നും സർക്കാർ പരാജയമെന്നും ടി സിദ്ദീഖ് ആരോപിച്ചു. ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൊഴയാനയെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട, ജനങ്ങൾക്ക് അപകടത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട അതിർത്തി ജില്ലയാണ് സാർ വയനാട്. അവസാനിച്ചു. അതിർത്തി ജില്ലയാണ്. കർണാടക, തമിഴ്നാട് മുഴുവൻ വനമേഖല അന്തർ സംസ്ഥാന കോർഡിനേഷനെ കുറിച്ച് ഇന്ന് പറഞ്ഞത് ഈ മൊഴയാന വന്നതായ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ഈ ആന വന്ന സന്ദർഭത്തിൽ നിങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ അജി എന്ന് പറയുന്ന സാധാരണക്കാരൻ ഇപ്പം മരിക്കില്ല. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. വയനാട് പുൽപ്പള്ളി വാടാനക്കവലിൽ കടുവയിറങ്ങി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കൂവപ്ലാക്കൽ ബിജുവിന്റെയും ഭാര്യ സ്വപ്നയുടെയും മുന്നിലേക്ക് കാട്ടുപന്നി ഓടിച്ചുകൊണ്ട് കടുവയെത്തിയത്. ശേഷം വനപാലകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ കടുവയെ കണ്ടെത്തി. കഴിഞ്ഞ 2 ആഴ്ചയായി കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് വനപാലകർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം മേപ്പാടി മുണ്ടക്കയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. HML തേയില എസ്റ്റേറ്റിലാണ് ആന എത്തിയത്. മൂന്നാർ ടൗണിൽ കാട്ടാന ഇറങ്ങി. ഒറ്റക്കൊമ്പനെന്ന് വിളിപ്പേരുള്ള കാട്ടാന ഇന്ന് വൈകിട്ട് 8:30യോടെയാണ് മൂന്നാർ SBI ബാങ്കിന് സമീപം എത്തിയത്. വിനോദസഞ്ചാരികൾ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ആന എത്തിയത്. നാട്ടുകാർ ബഹളം വച്ചതോടെ പിന്തിരിഞ്ഞോടിയ ആന സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാർ തകർത്തു. തുടർന്ന് വനംവകുപ്പ് വാച്ചർമാരെത്തി ആനയെ വനത്തിലേക്ക് തുരത്തി. മാങ്കുളം മേഖലയിൽ നിന്ന് 2 മാസം മുൻപാണ് ഒറ്റക്കൊമ്പൻ മൂന്നാറിലെത്തിയത്. തിരികെ വാർത്തയിലേക്ക്. 147ാമത് മന്നം ജയന്തിയോടനുബന്ധിച്ച് NSS കുവൈറ്റ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ജയന്തി സമ്മേളനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പ്രഥമ ഭാരത കേസരി മന്നം പുരസ്കാരം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിക്ക് സമ്മാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ സഹായ പദ്ധതി, വിവിധ കാരുണ്യ പദ്ധതി എന്നിവയ്ക്ക് പുറമെ നിർധനരും വിധവകൾക്കുമായി മുൻഗണനാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീട് പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലായി 10 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. പദ്ധതിയിലേക്ക് MA യൂസഫ് അലി 5 വീടുകൾ കൂടി വാഗ്ദാനം ചെയ്തു. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മുഖ്യപ്രഭാഷണം നടത്തി. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.